ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ വൈജയന്തി വീട്ടിൽ നിന്നും കാറും എടുത്ത് പുറത്തേക്ക് പോയിരിക്കുകയാണ്. വളരെയധികം ദേഷ്യത്തിൽ തന്നെയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ തനിയെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല. എന്നെ എല്ലാവരും പറ്റിക്കുകയായിരുന്നു. വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നു നിന്ന അവളും എന്നെ പറ്റിച്ചു. അയാളുടെ ഭാര്യയായിട്ട് ഇനി ഞാൻ ജീവിക്കില്ല. വഞ്ചകൻ, ചതിയൻ, ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ സ്റ്റീറിങ്ങിനിട്ടൊക്കെ കൈകൊണ്ടിങ്ങനെ ഇടിക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തന്നെ വൈജയന്തിയുടെ വണ്ടിക്ക് മുന്നിൽ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറുന്നു. അങ്ങനെ അത് കണ്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി തിരിക്കുകയാണ് വൈജയന്തി. അങ്ങനെ ഡിവൈഡറിൽ ചെന്നിടിച്ച് വണ്ടി മറിഞ്ഞ് തലകുത്തനെ കിടക്കുന്നു. വൈജയന്തിക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റുന്നുണ്ട്. ആ സമയം ആളുകളെല്ലാം ഓടിക്കൂടുന്നു. അതിലൊരാൾ ഫയർഫോഴ്സിലും പോലീസിലുമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും എത്തി. തല കീഴായി വണ്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി പൊളിച്ചാണ് വൈജയന്തി അതിനകത്ത് നിന്നും എടുക്കുന്നത്. വണ്ടിയിൽ നിന്നും പുറത്തേക്കെടുത്ത് വൈജയന്തിയെ ആംബുലൻസിൽ കയറ്റുമ്പോഴും നല്ല പരിക്കോടുകൂടി തന്നെയാണ് വൈജയന്തി കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നുണ്ട് വൈജയന്തിയെ. അങ്ങനെ ഇപ്പോൾ വൈജയന്തിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യം ആദ്യം അറിയുന്നത് ഗോവർദ്ധനാണ്. ഗോവർദ്ധൻ ഉടനെ തന്നെ ഇപ്പോൾ ബാലേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന്. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഉറക്കപ്പിച്ച് പറയാതെ വെച്ചിട്ട് പോടാ എന്ന്. ഞങ്ങൾ കുറച്ച് മുമ്പ്, അതായത് അരമണിക്കൂർ മുമ്പ് സംസാരിച്ചതേ ഉള്ളൂ, അവൾ താഴെ തന്നെയുണ്ട് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ, ഇല്ല, ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് 10 മിനിറ്റേ ആയുള്ളൂ, ഞാൻ അറിഞ്ഞിട്ടിപ്പോൾ വിളിച്ചറിയിച്ചതാണ് എന്നിങ്ങനെ ഗോവർദ്ധൻ പറയുന്നു. ഇത് കേട്ട് വളരെയധികം പേടിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ എന്നാടാ വൈജയന്തിക്ക് പറ്റിയത് എന്ന്. ഉടനെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, ഞാൻ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഏട്ടൻ എന്തായാലും ആരെയും വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ ഫോൺ വയ്ക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആകെപ്പാട് ടെൻഷനായി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ശേഷം ഇപ്പോൾ ഗോവർദ്ധൻ വിളിക്കുന്നത് ശിവനെയാണ്. കുറേ നേരം ബെല്ലടിച്ചതിന് ശേഷമാണ് ഫോൺ എടുക്കുന്നത് കമലയാണ്. ഫോൺ എടുത്തിട്ട് എന്താ എന്ന് കമല ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഞാൻ ഗോവർദ്ധനാണ്, എനിക്കൊരു കാര്യം പറയാൻ ശിവേട്ടനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് പറ, ഈ ഉറക്കത്തിലാണോ വിളിക്കുന്നത് എന്ന് കമല ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, കമലയേട്ടത്തിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന്. അത് പറയാനാണെന്നൊക്കെ ഗോവർദ്ധൻ പറയുമ്പോൾ ഇപ്പോൾ ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് കമലയും. അങ്ങനെ കമല പെട്ടെന്ന് തന്നെ ശിവനെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധൻ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കമല ചെന്ന് മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ കുറേ നേരം കതകിൽ തട്ടി വിളിച്ചതിന് ശേഷമാണ് മനു കതക് തുറന്ന് വരുന്നത്. മനുവിനോട് എന്നിട്ട് കമല ഇപ്പോൾ പറയുന്നുണ്ട്, എടാ, നീ എന്തായാലും വൈജിക്ക് ചെയ്ത ഉപകാരം നന്നായി കേട്ടോ, അവൾ വലതുകാലം വെച്ച് കയറുന്നതിൻ്റെ ഗുണം വൈജയന്തിക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് എന്തൊക്കെ ഈ പറയുന്നതെന്ന്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, വൈജയന്തി ഇപ്പം അങ്ങ് ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ആക്സിഡൻ്റ് ഉണ്ടായി ഹോസ്പിറ്റലിലാണ്, അതും കാർ ആക്സിഡൻറ്റ്. ഏതായാലും നിൻ്റെ കൊച്ചച്ഛനും അച്ഛനും ഒക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ കമല പറയുന്നത് കേട്ട് ഇപ്പോൾ മനുവിനും ആകെ ടെൻഷൻ ആകുന്നുണ്ട്. എന്ത് പറ്റിയെന്നറിയാമോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല എന്ന് കമല പറയുന്നുണ്ട്. അങ്ങനെ മനുവും പെട്ടെന്ന് തന്നെ റെഡിയായി മനുവും പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ വീണ്ടും കമല പറയുന്നുണ്ട്, എടം എൻ്റെ പൊന്നു മോനെ, ഇതിനേക്കാൾ വലിയൊരു ഉപകാരം നിനക്കിനി വൈജയന്തിക്ക് ചെയ്യാനില്ല എന്നൊക്കെ കമല പറയുന്നത് കേട്ട് മനുവിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ മനു ഒന്നും തന്നെ മിണ്ടാതെ പെട്ടെന്ന് തന്നെ റെഡിയായി പോകാൻ തുടങ്ങുകയാണ്. ശേഷം പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ ആകെ ടെൻഷനായി ബാഗും ഫോണും ഒക്കെ ഇങ്ങനെ ടെൻഷനോടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഈ സമീപം ബാലേന്ദ്രനെ ശിവൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ, നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. വീട്ടിലാണെന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ, നിങ്ങൾ ഇതുവരെ വിവരമൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അറിഞ്ഞു, എനിക്കിവിടെ ഫ്ലൈറ്റ് ഒന്നുമില്ല, ഇവിടെ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി വണ്ടിയിൽ കയറി വണ്ടി ഡ്രൈവ് ചെയ്ത് വേണം അങ്ങോട്ടേക്ക് എത്താൻ, അല്ലാതെ വരാനുള്ള മാർഗ്ഗമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, വൈജയന്തി രാത്രിയിൽ എങ്ങോട്ടാണ് പോയത് എന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല എന്ന്. അങ്ങനെ പറയുമ്പോൾ ശിവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ഭർത്താവാണോ, നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ അവൾ ഇറങ്ങിപ്പോയത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഏത് ഭാര്യയാടോ രാത്രി 1:30 വണ്ടി എടുത്തുകൊണ്ട് പോകുന്നേ, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവൻ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊക്കെ ഒരു ഭർത്താവാണോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ശിവൻ പറയുന്നത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്തുകൊണ്ട് ദേ പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് അങ്ങോട്ട് ഇടിച്ച് കയറ്റ്, അല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബാലൻ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വെപ്രാളം കാരണമൊക്കെ ബാലൻ ഇങ്ങനെ വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ താഴെ വന്നിട്ട് അലീനയുടെ റൂമിൽ തട്ടി വിളിക്കുന്നുണ്ട്. കുറേ തവണ വിളിച്ചതിന് ശേഷമാണ് അലീനയും എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ ഇപ്പോൾ അലീന വന്ന് വാതിൽ തുറക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അയ്യോ, അച്ഛൻ തന്നെ പോകണ്ട, അച്ഛനിപ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുന്നു.
അതെ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് ബാലൻ പറയുമ്പോൾ എന്ത് ആക്സിഡൻറ്റ്? എന്താണെങ്കിലും അച്ഛൻ തനിച്ചു പോകണ്ട എന്ന് അലീന പറയുന്നു. ആക്സിഡൻ്റ് ഉണ്ടായത് വൈജയന്തിക്കാണെന്ന് ബാലൻ പറയുമ്പോൾ ഇങ്ങനെ വളരെയധികം ടെൻഷനോടെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയോട് ഉണ്ടല്ലോ, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. ഇത് കേട്ട് ബാലൻ പറയുന്നു, ഇല്ല, വൈജയന്തി പുറത്തേക്ക് പോയിരുന്നു. വൈജയന്തിക്കാണ് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നീ ഈ കാര്യം പിള്ളേരോടൊന്നും പറയണ്ട. അവർ കിടന്നുറങ്ങിക്കോട്ടെ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ കാരണമല്ലേ എന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ കാരണമൊന്നുമല്ല, ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു. അതിനുള്ള പണിയാണ് ഇപ്പോൾ കിട്ടിയത്. ഏതായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ബാലൻ പുറത്തേക്കിറങ്ങുന്നു. അപ്പോൾ പുറകെ ചെന്ന് അലീന പറയുന്നുണ്ട്, അച്ഛാ അവിടെ ചെന്നിട്ട് വിവരം എന്താണെങ്കിലും എന്നെ വിളിച്ച് പറയണേ. എനിക്ക് വിവരം അറിയാൻ വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വിളിച്ചോളാം എന്ന് ബാലൻ പറയുന്നു. എന്നിട്ട് ബാലൻ ഇപ്പോൾ അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ബാലൻ പോകുന്ന സമയത്ത് ഇപ്പോൾ മനു ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എവിടെയാണെന്ന്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുവാണെന്ന് ബാലൻ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. അങ്കിൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. ടെൻഷനൊന്നും ആകരുത്. പതിയെ ടെൻഷനൊന്നും ആകാതെ വണ്ടി ഓടിച്ച് വന്നാൽ മതി എന്നൊക്കെ മനു പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, എടാ നീ ശരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ എന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല, ആൻറ്റിയുടെ വണ്ടി ആക്സിഡൻ്റായി ഹോസ്പിറ്റലായി, ഇത്രയും മാത്രമേ എനിക്കും അറിയൂ. അങ്കിൾ ഏതായാലും ടെൻഷൻ ആകണ്ട, നമുക്ക് നോക്കാം എന്നൊക്കെ മനു പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ബാലൻ പറയുന്നുണ്ട്, എല്ലാം താങ്ങാനായിട്ട് ഇവിടെ ഒരുത്തരുണ്ടല്ലോ, ഏതായാലും നമുക്ക് നോക്കാം എന്ന് ബാലൻ പറയുന്നു. ഈ സമയം ഇപ്പോൾ അലീനയെ കാണിക്കുന്നുണ്ട്. അലീന ഇപ്പോൾ ആകെ വിഷമിച്ച് വന്ന് റൂമിലേക്ക് വന്നിട്ട് ബ്രിജിത്താമ്മയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ ബ്രിജിത്താമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടത്? ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ കാരണം ഒരു കുടുംബം തകർന്നു. ഇവിടെയുള്ളവർക്ക് സമാധാനമില്ലാതായി, ബന്ധുക്കൾ പരസ്പരം അകന്നു. ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാമെന്ന് എത്ര തവണ പറഞ്ഞതാ, സമ്മതിച്ചില്ല. ഇതിപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും ഒന്ന് തരാവോ എന്നൊക്കെ ഇപ്പോൾ ആ ഫോട്ടോ നോക്കി പറഞ്ഞ് കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.